കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യകണ്ണി അറസ്റ്റിൽ KB അനിൽകുമാറാണ് അറസ്റ്റിലായത്. 18 കോടി രൂപ തട്ടിയെന്നാണ് ആരോപണം. വിവരങ്ങളുമായി AT അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അശ്വതി, അനിൽകുമാറിന്റെ അറസ്റ്റ് നിരന്തരമായി ഹാജരാകണം ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നുള്ള EDയുടെ നോട്ടീസ് നിരന്തരം ലംഘിച്ചതിന്റെ ഭാഗമായിട്ടാണ്. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, വ്യാജ പേരിലും അതുപോലെ തന്നെ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് 18 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് അനിൽകുമാറിനെതിരായിട്ടുള്ള കേസ്. തുടർച്ചയായി കോടതി സമൻസുകൾ ലഭിച്ചെങ്കിലും ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ KB അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50 ലക്ഷം എന്ന വായ്പാ പരിധി ഉള്ളപ്പോഴായിരുന്നു ഈ അനിൽകുമാർ 8 കോടി രൂപ വായ്പ എടുക്കുന്നതും തിരിച്ചടവും മുടക്കി പലിശ 18 കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ച് മുങ്ങുകയും ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് ഓഹരി നിക്ഷേപങ്ങളിലേക്കായിരുന്നു പണം മാറ്റിയത്. അതുപോലെ തന്നെ 100 പേരുടെ പേരിൽ 100 കുറികളുടെ ഒരു ഡിവിഷൻ വായ്പ മുഴുവൻ ലഭിച്ചത് ഈ അനിൽകുമാറിനായിരുന്നു. അതായത് വ്യാജ പേരിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അനിൽകുമാർ ചെയ്തു എന്നതാണ് ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനായി പല പേരുകളിൽ വ്യാജരേഖകളും അതുപോലെ തന്നെ വായ്പകളും തരപ്പെടുത്തുകയായിരുന്നു. ബാങ്ക് ജീവനക്കാർ തന്നെയായിരുന്നു വായ്പാ തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നും ഈ അനിൽകുമാർ EDക്ക് മൊഴി നൽകിയിരുന്നു. അനിൽകുമാർ ഒളിവിലായിരുന്നെന്നും കരുവന്നൂർ തട്ടിപ്പ് നേരത്തെ കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ അന്വേഷണം ഏറ്റെടുത്ത ED അനിൽകുമാറിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. അതായത് നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിലും അനിൽകുമാറിനെ സംബന്ധിച്ച പരാമർശങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ക്രൈംബ്രാഞ്ചിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ED പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ശേഷവും കോടതിയുടെ തുടർച്ചയായ സമൻസുകൾ ലഭിച്ചെങ്കിലും അനിൽകുമാർ ഹാജരായില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള റിമാൻഡിലുള്ള 4 പ്രതികളടക്കം 55 പ്രതികൾ ഇന്ന് PMLA കോടതിയിൽ ഹാജരായിരുന്നു. P സതീഷ് കുമാർ, TP കിരൺ, TR അരവിന്ദാക്ഷൻ, CK ജിൽസ് എന്നിവരാണ് ഈ റിമാൻഡിലുള്ളത്. ഈ കേസിൽ ഇതുവരെ റിമാൻഡിലുള്ളത്. ക്രമക്കേടുകൾ നടക്കുന്ന കാലയളവിലെ ഭരണസമിതി അംഗങ്ങളും ഈ കേസിൽ പ്രതികളാണ്. ഇവരും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, അതുപോലെ തന്നെ മധു അമ്പലപുരം എന്നിവരെ തുടർച്ചയായി ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഒപ്പം തന്നെ നാളെയും ഹാജരാകാൻ ഈ 2 പേർക്കും സമൻസുമുണ്ട്. അജിംഷാദ്. ശരി, AT അശ്വതി.